നമസ്കാരം. എല്ലാം ഉഭയകക്ഷി സമ്മതത്തോടെ ഫ്രാങ്കോയുടെ മാർഗം സ്വീകരിച്ച് സുഗാന്ത്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമെന്നാൽ അത് ബലാത്സംഗ കുറ്റമാകില്ല അല്ലേ? അപ്പോൾ അകത്ത് കിടക്കാതെ ഊരിപ്പോകാൻ പറ്റുമോ ഐബി ഉദ്യോഗസ്ഥയുടെ മരണത്തിലെ പ്രതിയായ സുഗാന്തിന്? സത്യത്തിൽ മകളെ നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബം മാത്രമല്ല, കേരളം മൊത്തത്തിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും. കാരണം ഈ നരാധമനായ ലൈംഗിക രോഗി ഒരാളോടല്ല പല പെൺകുട്ടികളെയാണ് ലൈംഗികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം മരണത്തിന് പ്രേരിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ. ഇപ്പോൾ ഐബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സുഗാന്ത് സുരേഷിൻ്റെ മൊഴി പുറത്തു വന്നു. യുവതിയുടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സുഗാന്തുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനിടെ നടത്തിയ ചോദ്യം ചെയ്യലിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇരുവരും തമ്മിലുണ്ടായിരുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെന്നാണ് സുഗാന്ത് പറയുന്നത്. ബലാത്സംഗം കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള കുതന്ത്രമാണ് സത്യത്തിൽ ഈ മൊഴി. യുവതിയുമായി പലപ്പോഴായി പിണങ്ങിയിട്ടുണ്ട് എന്നും പിന്നീട് വീണ്ടും സൗഹൃദത്തിലാകുമെന്നും സുഗാന്ത് മൊഴി നൽകി. യുവതി ആത്മഹത്യ ചെയ്ത ദിവസവും പരസ്പരം വഴക്കിട്ടിരുന്നുവെന്നും എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ലെന്നുമാണ് സുഗാന്തിൻ്റെ മൊഴിയിലുള്ളത്. ഇവൻ്റെ ഈ മൊഴി അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല. കാരണം മുൻപ് ഫോണിൽ നിന്ന് ഇവരുടെ ടെലിഗ്രാം ചാറ്റുകൾ അടക്കം വീണ്ടെടുത്തിരുന്നു. ഇതിൽ യുവതിയെ സുഗാന്ത് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നതായി വ്യക്തമായിരുന്നു. ഫോൺ പരിശോധന വഴി യുവതിക്ക് പുറമെ മറ്റു പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തു എന്ന് വ്യക്തമായിരുന്നു. മുമ്പ് ആത്മഹത്യ ചെയ്ത യുവതിയും സുഗാന്തും തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ സുഗാന്ത് യുവതിയോട് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിക്കുന്നത് അടക്കമുള്ള ചാറ്റുകൾ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള തെളിവായി കോടതിയിൽ കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമെന്ന മൊഴിയിലൂടെ ലക്ഷ്യമിടുന്നത് ബലാത്സംഗ കുറ്റം ഒഴിവാക്കുവാനുള്ള അവൻ്റെ ക്രിമിനൽ ബുദ്ധിയാണ്. പണ്ടൊരാൾ, അതായത് നമ്മുടെ പാതിരി ഫ്രാങ്കോ മുളയ്ക്കൽ, ഇതുപോലെ 13 വട്ടം ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ മൊഴി അവസാനം മാറ്റിപ്പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അവിടെയും ആ ഞരമ്പ് പാതിരി രക്ഷപ്പെട്ടത് ഇതുപോലെ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്ന് പറഞ്ഞാണ്. 2014 2016 ഇടയിൽ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടുള്ള മഠത്തിൽ വെച്ച് കന്യാസ്ത്രീയെ ഒന്നിലധികം തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട ബിഷപ്പാണ് ഈ ഫ്രാങ്കോ മുളയ്ക്കൽ. കത്തോലിക്ക സഭയെ പിടിച്ചുകുലുക്കിയ കേസായിരുന്നു ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ ആരോപണമെന്ന് പറയപ്പെടുന്നത്. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 13 തവണ പീഡിപ്പിച്ചു എന്നായിരുന്നു മഠം അന്തേവാസിയായ കന്യാസ്ത്രീയുടെ അന്നത്തെ പരാതി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും നാണം കെട്ട വസ്തുത എന്ന് പറയപ്പെടുന്നത് എന്താണെന്നറിയാമോ? ആ ഒരു കാര്യത്തിൽ സാധാരണ ഒരു പൗരോഹിത്യമൊക്കെ എന്നൊക്കെ പറയുന്നത് അവരുടെ പൗരോഹിത്യം നൽകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഈ പറയുന്ന 10 കൽപ്പനകൾ അത് ലംഘിക്കരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വ്യഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മരണകാരകമായിട്ടുള്ള പാപമാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഒരു ബിഷപ്പ് കോടതിയിൽ സത്യവാങ്മൂലം ഇയാൾ നൽകുകയാണ് താൻ 13 തവണ പലതരത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന്. അതായത് അകന്യാസ്ത്രീയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതിയിൽ സമ്മതിക്കുന്ന ചിലപ്പോൾ ആദ്യത്തെ ബിഷപ്പുമായിരിക്കും ഈ പറഞ്ഞ ഈ നാറി. എന്നിട്ട് അതെല്ലാം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധപ്പെടലാണെന്ന് വരുത്തി തീർത്ത് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ 105 ദിവസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം 2022 ജനുവരി 14 ബിഷപ്പിനെ വെറുതെ വിടുകയായിരുന്നു. അന്ന് ആ പള്ളിപ്പാതിരി രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇവിടെ പ്രതി സുഗാന്ത് സുരേഷിൻ്റെ മൊഴിയിൽ പറഞ്ഞതുപോലുള്ള പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന് പറഞ്ഞാണ്. അതുപോലെ ഇവനെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കാരണം ഇവൻ ചെയ്തത് അത്രയ്ക്കും പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ്. അതായത് ഒരു ജീവിതം ആഗ്രഹിച്ച പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ട് അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടവനാണിവൻ. ഇവന് ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല. ഫ്രാങ്കോ മുളയ്ക്കലിനെ ഇന്ന് കണ്ടില്ലേ? ആ കള്ളപ്പാതിരി ഇപ്പോഴും സുഖിച്ച് ജീവിക്കുകയാണ് അരമനകളിൽ. അത്തരത്തിലൊരു ജീവിതം സുഗാന്ത് എന്ന ഈ നാറിക്ക് കൊടുക്കരുത് ഒരിക്കലും. മാർച്ച് 24 തിരുവനന്തപുരത്ത് പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ഐബി ഉദ്യോഗസ്ഥ
മരിച്ച നിലയിൽ നമ്മൾ കണ്ടെത്തിയത്. മകളുടെ മരണത്തിന് പിന്നിൽ സഹപ്രവർത്തകനായിട്ടുള്ള സുകാന്ത് സുരേഷ് ആണ് എന്നും ഇയാൾ മകളെ ലൈംഗികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ചൂഷണം ചെയ്തിരുന്നു എന്നുമൊക്കെ ആരോപിച്ചുകൊണ്ടാണ് അന്ന് കുടുംബം രംഗത്തെത്തിയത്. പോലീസിന്റെ അന്വേഷണം തുടങ്ങിയതോടെ ഒളിവിൽ പോയ സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ കഴിഞ്ഞ മാസം അവസാനം ഇയാൾ കീഴടങ്ങുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് എങ്കിലും ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിനിരയായി എന്നതിനുള്ള തെളിവുകൾ യുവതിയുടെ പിതാവ് പോലീസിന് കൈമാറുകയും ചെയ്തു. തുടർന്ന് സുകാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു. അന്വേഷണം ആരംഭിച്ചതോടെ സുകാന്തും കുടുംബവും ഒളിവിൽ പോവുകയും ചെയ്തു. സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. പ്രതി കൂടുതൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തതായി തെളിവുകൾ ഉണ്ട് എന്നും പുറത്തു വന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നും അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു. യുവതിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സഹപ്രവർത്തകൻ സുകാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് ഉദ്യോഗസ്ഥയുടെ കുടുംബം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. യുവതിയെ സുകാന്ത് സാമ്പത്തികമായിട്ടും ലൈംഗികമായിട്ടും ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച കുടുംബം ഇതിനുള്ള തെളിവുകളും പോലീസിന് കൈമാറുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും വിവാഹിതരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി നിർമ്മിച്ച് സുകാന്ത് യുവതിയെ ഗർഭഛിദ്രത്തിനായിട്ട് ആശുപത്രിയിൽ എത്തിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആ ഗർഭചിത്രം നടത്തിയതും. ഗർഭചിത്രം നടത്തിയതിന് ശേഷമാണ് സുകാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിവരം. പെൺകുട്ടിയുടെ അമ്മയോടാണ് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സന്ദേശം അയച്ചതും. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത്. യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് പലതവണയായി പണം സുകാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിരുന്നു. 3 ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ മാറ്റിയെടുത്തത്. ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തികൾ ചെയ്ത ഇവന് മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കണം. അല്ലാതെ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത ഫ്രാങ്കോ മുളയ്ക്കലിന് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കാതെ രക്ഷപ്പെടുവാനുള്ള അവസരം കിട്ടിയ പോലെ ഈ നാറിക്കും രക്ഷപ്പെടുവാനുള്ള അവസരം കൊടുക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.